स्वागत करता हूँ आप सभी का। मैं इस सभा में स्वागत करता हूँ। നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ പ്രഭാതത്തിൽ വരുവാൻ ദൈവം സഹായിച്ചുവല്ലോ. एक और बार परमेश्वर ने सुबह भोर को उठकर आप सबके बीच में आने के लिए परमेश्वर ने मौका दिया। രാവിലെ ഉണർന്ന് പ്രാർത്ഥിപ്പാനായി ദൈവം അവസരം നൽകിയല്ലോ. भोर को उठकर परमेश्वर के सामने प्रार्थना करने के लिए परमेश्वर ने हमें अवसर दिया। അതിനുശേഷം നാം ദൈവത്തെ പാടി ആത്മാവിൽ ആരാധിച്ചു. उसके बाद हमने मिलकर परमेश्वर की आराधना भी करी। അല്പസമയം ദൈവമുമ്പാകെ നമുക്ക് ദൈവജനമായി ഒരുമിച്ചായിരിക്കാം. अभी हम थोड़ी देर परमेश्वर के सामने वचनों से हम परमेश्वर से बात करेंगे। എല്ലാ ബഹുമാനരായ ദൈവദാസന്മാർക്ക് ഞാൻ വന്ദനം അറിയിക്കുന്നു. सभी प्रभु के दासों को के लिए मैं परमेश्वर का धन्यवाद करता हूँ। ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. प्रभु के दासों के लिए परमेश्वर का धन्यवाद करता ഈ हूँ। യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. इस सभा में जुड़े हुए सभी लोगों का मैं धन्यवाद करता हूँ। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। പ്രാർത്ഥനാ സമയത്ത് വളരെ പ്രാർത്ഥനയോടെ ഇരുന്നപ്പോൾ ദൈവം നൽകിയ ഒരു സത്യമായ ദൈവമുമ്പാകെ ആയിരിക്കുന്നു. प्रार्थना करते समय परमेश्वर के द्वारा दिया हुआ एक विषय को लेकर मैं आपके बीच में आया हूँ। നാം ഒരുമിച്ച് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് വളരെ ശ്രദ്ധയോടെ ദൈവസന്നിധിയിലായിരിക്കാം. हम परमेश्वर के सामने बड़े ही गंभीरता के साथ प्रार्थना के साथ बैठे। വളരെ സുപരിതമായ എത്രയോ പ്രാവശ്യം നാം ധ്യാനിച്ചിട്ടുള്ള അതേ വായിച്ചിട്ടുള്ള ഭാഗമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് എടുത്തിരിക്കുന്നത്. आज जो हम विषय में हम सीखने जा रहे हैं वहाँ पे हमने कई बार हम इस वचनों को पढ़ चुके हैं। कई बार हम ये आयतों को हम जानते भी हैं। സുവിശേഷങ്ങളുടെ അവസാന അധ്യായങ്ങളിൽ നാം ആ ഭാഗം നന്നായി വായിക്കുന്നു. हम इसे सुसमाचार में इसे हम पाते हैं। മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. मरकुस रचित सुसमाचार उसका 16वां अध्याय उसके 3रे वचन में इस प्रकार लिखा हुआ है। വായിക്കുന്നു, കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. तीसरे आयत में इस पर लिखा है कि और आपस में कहती थी हमारे लिए कब्र के द्वार पर से पत्थर कौन लुढ़काएगा। ഒരു പ്രാവശ്യം വായിക്കുന്നു, കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. ये आपस में कहती थी हमारे लिए कब्र के द्वार पर से पत्थर कौन लुढ़काएगा। തമ്മിൽ പറഞ്ഞു എന്നാണ് വായിക്കുന്നത്. यहाँ पे इस प्रकार लिखा है कि वे आपस में कह रहे थे। ഒരുപാട് ആത്മീയ ചിന്തകൾ നാം ഈ വാക്യത്തിലൂടെ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. हम जब बड़े ही ध्यान के साथ परमेश्वर के सामने बैठेंगे तो हमें इस वचन की गंभीरता को समझ में आएगा। കർത്താവിന്റെ പുനരുദ്ധാന ദിനം രാവിലെ സഹോദരിമാർ കല്ലറയിലേക്ക് പോകുന്ന രംഗമാണ് ഇവിടുത്തെ ചിന്താവിഷയം. परमेश्वर यीशु मसीह के पुनरुत्थान के उसी दिन सुबह के समय कुछ बहनों की बातचीत के बारे में यहाँ पे लिखा हुआ है। മക്കളക്കാരത്തി മറിയുണ്ട്, യാക്കോബിന്റെ അമ്മ മറിയുണ്ട്, ശലോമിയും കൂടെയുണ്ട്. और साथ में यहाँ पे 3 बहनें हैं, याकूब की माँ मरियम, सलोमी और मरियम मगदलिनी यहाँ पे है। അവർ യേശുവിനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി എന്ന് വായിക്കുന്നു. और वहाँ पे इस प्रकार लिखा है कि वो परमेश्वर के जो देह को वस्तुएं को उन्होंने मोल लिया, सुगंध करने के लिए वहाँ पे उन्होंने वस्तुओं को उन्होंने खरीद लिया। രണ്ടാമത്തെ വാക്യം വായിക്കുന്നു, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറക്കൽ ചെന്നു എന്ന് നാം കാണുന്നു. दूसरे वचन में इस प्रकार लिखा है सप्ताह के पहले दिन बड़े भोर को सूरज निकलने से पहले वे निकल ही था, वे कब्र पर आ गई थी। അവർ യാത്രാമധ്യേ പറഞ്ഞ ഒരു വാചകമാണ്, നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടി മാറ്റും. तो ये तीसरे आयत में लिखा है कि आपस में वो कह रहे थे कि हमारे लिए कब्र पर से पत्थर कौन लुढ़काए। ഈ വാക്യം വളരെ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ നമുക്കറിയാം, പുനരുദ്ധാനത്തിന്റെ യുഗത്തിൽ ഒരു പുതിയ യുഗത്തിന്റെ ആരംഭത്തിലെ ആദ്യത്തെ ഒരു യാത്രയാണ് നാം കാണുന്നത്. हम देख सकते हैं कि नए नियम में एक बहुत बड़े एक ऐतिहासिक यात्रा की शुरुआत हम यहाँ पर से देख सकते हैं। പുനരുദ്ധാനത്തിന്റെ യുഗത്തിന്റെ ആദ്യത്തെ യാത്ര. एक पुनरुत्थान की जो 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 इतिहास है उसमें का पहला जो यात्रा है वो हम यहाँ पे उसको देख सकते हैं। സത്യത്തിൽ ചിന്തിച്ചാൽ ഈ സഹോദരിമാർക്ക് കല്ലറയിലേക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. अगर हम देखा जाए तो इन तीनों बहनों को कब्र पे जाने की आवश्यकता नहीं थी, കാരണം അവർ കർത്താവ് പറഞ്ഞതിനെ മറന്നുകൊണ്ടുള്ള യാത്രയായിരുന്നു. वे परमेश्वर की बात को, यीशु मसीह की बात को भूल गए थे, इसलिए वे कब्र की तरफ गए। എന്നാലും അവർ ധൈര്യം കാണിച്ചവർ യാത്ര ചെയ്തല്ലോ എന്നോർത്ത് നമുക്ക് അവരെ അഭിനന്ദിക്കാം. लेकिन उन्होंने धैर्य को दिखाकर वो कब्र की तरफ जा रहे हैं, इस बात को हमें समझना है। അവർ ചിന്താവിഷയം എന്ന് വളരെ പ്രാർത്ഥനയിരിക്കുമ്പോൾ आज हम बड़े प्रार्थना के साथ जब बैठेंगे तो യാത്ര ഒരു പുതിയ യാത്രയാണ്. यहाँ पे हम देख सकते हैं कि यात्रा को हमें एक यात्रा को हम यहाँ देख सकते हैं, नई यात्रा को देख सकते हैं। അവരിങ്ങനെ യാത്ര ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ തമ്മിൽ പറഞ്ഞ കാര്യമാണ്, ഈ കല്ല് നമുക്ക് വേണ്ടി ആർ ഉരുട്ടിക്കളയും. ये कब्र में जाने के लिए जब वे जा रहे थे तो पत्थर को कौन लुढ़काएगा, वे इस बात की चर्चा कर रहे സത്യത്തിൽ हैं। ഇന്ന് രാവിലെ ചിന്തിക്കേണ്ട വിഷയം ഇതാണ്, നമ്മുടെ സംസാരങ്ങളെല്ലാം, നാം പറയുന്ന തമ്മിൽ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം എത്രത്തോളം
ദൈവത്തിന്റെ പദ്ധതിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്നുള്ള ചിന്തയാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. आज हम ये बात को हम सीखेंगे कि हमारी बोली, हमारी भाषा, हमारे आपस के लोगों के बीच की बातचीत और हमारे मन की जो चिंता है वो परमेश्वर की योजना से कितनी मिलती है, ये बातों को आज हमें सीखना है। നമ്മുടെ സംസാരത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. वचन में इस प्रकार कहता है कि हमारी भाषा, हम जो बात बोलते हैं, इस बात की बड़ी अहमियत है परमेश्वर के वचन में। ആമേൻ. നാം ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി സംസാരിക്കുന്നവരായിരിക്കണം. हम उनमें से होना चाहिए जो लोग परमेश्वर की योजना को समझकर, परखकर फिर बातों को बोलने वाले बने। ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ സംസാരങ്ങളെല്ലാം. परमेश्वर के वचन के आधार पर होना चाहिए हमारी बातचीत। ആമേൻ. നമ്മുടെ സംസാരത്തിൽ നമുക്കറിയാം, ഒരു ബലഹീനനെ നമ്മുടെ സംസാര നിമിത്തം ആ വ്യക്തി ബലം പ്രാപിക്കണം. हमारी भाषा, हमारी बातों को सुनकर एक बलहीन व्यक्ति भी एक बलवान की तरह सोचना चाहिए। ആമേൻ. നമുക്ക് സംസാരിപ്പാനുള്ള ഈ വരം, ഈ അനുഗ്രഹം നൽകിയത് നമ്മുടെ ദൈവം സംസാരിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ്. हम एक बात तो समझे, हमें ये बोलने की जो शक्ति हमें दी गई है, ये जो हमें कला दी गई है, ये हमारा परमेश्वर, बोलने वाला परमेश्वर, इसलिए हमें भी दी गई। ആമേൻ. നാം ദൈവത്തെ പോലെ സംസാരിക്കുന്നവരാണ്. हम परमेश्वर के समान बोलने वालों में से। വേദപുസ്തകത്തിൽ നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ സംസാരത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. ജീവനെ കൊടുക്കുന്നവരാണ് നാം സംസാരിച്ചുകൊണ്ട്. वचन में इस प्रकार हम समझ सकते हैं कि बातों को बोलकर हम एक व्यक्ति को हम जीवन भी दे सकते हैं। നമ്മുടെ ദൈവത്തെ പോലെ തന്നെ, നമ്മുടെ കർത്താവിനെ പോലെ തന്നെ നമുക്ക് സംസാരിപ്പാൻ, സൃഷ്ടിക്കുവാൻ അധികാരമുണ്ട് നമ്മുടെ വചനത്താൽ. प्रभु यीशु मसीह ने जिस प्रकार बातों को बोलकर चीजों की रचना करी, उस प्रकार हमें भी वही सामर्थ्य दी गई है। എന്നാൽ ഒരുപാടിടങ്ങളിൽ ഇന്ന് രാവിലെ നാം മനസ്സിലാക്കേണ്ട സത്യം, നാം അറിയുന്ന സത്യം അത് തന്നെയാണ്, നാം അറിയാതെ ലക്ഷ്യമില്ലാത്ത ഒരുപാട് സംസാരങ്ങൾ സംസാരിക്കാറുണ്ട്. आज हमें बात को सीखना है, बल्कि हम सीख चुके हैं, कई बार हम सुन चुके हैं कि हमें हमारी बातों को बड़े ध्यान से, बड़े ही गंभीरता के साथ बोलना है। രാവിലെ എത്ര പേര് കാര്യത്തിന് ഗൗരവം മനസ്സിലാക്കുന്നുണ്ട്? നമ്മുടെ സംസാരം ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. आज कितने लोग इस बात की गंभीरता को समझे कि हमारी बातों को सुनने वाला और समझने वाला एक परमेश्वर है। ആമേൻ. നമ്മുടെ സംസാരത്തിന്റെ കാതലായ ഭാഗം ദൈവിക വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യമായിരിക്കട്ടെ. हमारी जो बातें हम जो बोलते हैं वे परमेश्वर के वचन के आधार पर होनी चाहिए। ആമേൻ. നാം നമ്മുടെ കുടുംബത്തിനകത്തും നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ സ്നേഹിതന്മാരോട്, നമ്മുടെ സഭകളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വാസ്തവമായിരിക്കട്ടെ. हम जो बोलते हैं, हमारे परिवार में जो हम बोलते हैं, हमारे कलीसिया में जो हम बोलते हैं, आस पड़ोस के लोगों से जो हम कहते हैं, वे सब सच होने पाए, परमेश्वर के वचन के ऊपर होने पाए। സത്യത്തിൽ ഇവിടെ സഹോദരിമാരുടെ സംസാരം നാം വളരെ ശ്രദ്ധിച്ചാൽ, അല്ലെ, അവർ ആ സത്യം മനസ്സിലാക്കാതെയുള്ള സംസാരമായിരുന്നു. ये हम यहाँ पे देखें, ये 3 बहनें जो कब्र की तरफ जा रही हैं, ये बातों को बोल रही हैं, इसके पीछे कारण ये है कि वे इस बात को भूल चुकी हैं जो यीशु मसीह ने बोला। അതിനപ്പുറം അവർ മുമ്പിൽ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു, അവർക്ക് മുമ്പിൽ തടസ്സമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ അവർ അവരുടെ വാക്കുകളിൽ ഒരു വലിയ കല്ലിനെ കണ്ടാ സംസാരിക്കുന്നത്. वे इस बात को भूल गए थे कि वो कब्र का जो पत्थर है वो लुढ़का हुआ मिलेगा इन्हें, और वे इस बात को भूल गए थे, और उस पत्थर को वो वहां पे ऐसे उन्होंने वहां पे सोचा कि वहां पत्थर होगा, इसलिए उन्होंने वैसी बातें बोली। ഇല്ലാത്ത കല്ലിനെ, ഇല്ലാത്ത തടസ്സത്തെ അവർ അതിന് സത്യം മനസ്സിലാക്കാതെ സംസാരിക്കുന്നു. നമുക്ക് മുമ്പ് ഒരു കല്ലുണ്ട്. वे वहां पे कोई पत्थर है ही नहीं, वहां पे पत्थर एक कोई रुकावट है ही नहीं, इस बात को वो भूल कर वे इस बात को कह रहे थे। രാവിലെ ആത്മാവിൽ ആമേൻ നടന്ന് സന്തോഷിച്ചുകൊണ്ട്, ദൈവമേ, ആമേൻ, നീ ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റിയല്ലോ, ഞങ്ങൾ കർത്താവിനെ കാണുവാൻ പോകുന്നു, പുനരുദ്ധാനം പ്രാപിച്ച് കർത്താവിനെ ഞങ്ങൾ കാണുവാൻ പോകുന്നു എന്നുള്ള സന്തോഷത്തോടെ പോകേണ്ടവർ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ്, അനാവശ്യമായ ടെൻഷൻ അടിച്ച്, സത്യത്തിൽ വാസ്തവമായിട്ട് ഒന്നുമില്ലാത്ത പറഞ്ഞ് അവർ മുമ്പോട്ട് പോവുകയാണ്. बड़े ही आनंद के साथ जिनको जाना था प्रभु यीशु मसीह के खुले कब्र की तरफ देखने के लिए, जिनको जाना था, वो आज बड़े ही रुकावटों को सोचकर, वे परेशानियों को सोचकर, परेशानी जो है नहीं, उन बातों को भी देखकर समझकर वे जा रहे थे। സത്യത്തിൽ കർത്താവ് തുറന്ന വഴിയെ മനസ്സിലാക്കാതെ അവരെങ്ങനെ പറഞ്ഞ് തമ്മിൽ അവരുടെ സമ്മർദ്ദം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അവരുടെ സംസാര നിമിത്തം. वो जब बात कर रहे थे तो उनके बातों में वे ऐसे मतलब यात्रा करते 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 वो इस बात को ऐसा ठान लिए थे कि हम ये कैसे करेंगे। അവർ സന്തോഷിച്ച് ആർത്ത് ഉല്ലസിച്ച് ദൈവത്തെ ആത്മാവിൽ പാടി ആരാധിച്ച് തമ്മിൽ സ്നേഹത്തോടെ പോകേണ്ട ആ യാത്രയിൽ
ആമെ അനാവശ്യമായുള്ള കല്ലിനെ കുറിച്ച് സംസാരിച്ച് ആമെ നീങ്ങിയ കല്ലിനെ നീങ്ങിയില്ല എന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ സംസാരിച്ച് അവർ ആമേൻ ആ വിഷയത്തെ वशवाकी यात्रा गया। वे यहाँ पे गीतों गाकर आनंद के साथ परमेश्वर की महिमा करते हुए जिनको जाना था, वे वहां पे जाने के लिए यात्रा करने समय जो पत्थर लुढ़का हुआ है उसको कैसे लुढ़काएंगे, इस बात को सोचकर अपने यात्रा को बड़े ही चिंताजनक बनाने वाली तीन बहनों को हम यहाँ देख सकते हैं। സത്യത്തിൽ ആമേൻ നമുക്ക് വേണ്ടിയെല്ലാം ദൈവം ചെയ്ത ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ദൈവം കാര്യങ്ങളെ ചെയ്തു, ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങൾ പൂർത്തീകരിച്ചു, കല്ലുകളെല്ലാം ഉരുണ്ടുമാറി, എന്നിട്ടും ആമേൻ നമുക്കത് വിശ്വസിക്കാൻ കഴിയാതെ എത്രയോ ഇടങ്ങളിൽ നാം അനാവശ്യമായ മാനസിക സമ്മർദ്ദത്തിൽ സംസാരിച്ചുകൊണ്ട് നീങ്ങാറില്ലേ? एक बात को समझें, कई बार हमारे जीवन में ऐसा होता है कि वो पत्थर पहले से लुढ़का हुआ है, वो परेशानी पहले से परमेश्वर ने हटा के रखी है, लेकिन फिर भी हम उस परेशानी को देखकर चिंताजनक हो जाते हैं, चिंतित होते हैं और अपने आप को हम बलहीन महसूस करते हैं। ആമേൻ രാവിലെ സത്യത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കണം. നാം ദൈവപുത്രനെ കാണുവാൻ വേണ്ടി ഇറങ്ങിയവരാണ്. एक बात को समझें कि हम वो मसीह के उस परमेश्वर के पुत्र को देखने के लिए उतरे हुए हैं। ആമേൻ സാധാരണക്കാരനെ കാണുവാൻ വേണ്ടി അല്ല, ആമേൻ ദൈവപുത്രന്റെ മഹത്വം കാണുവാൻ ഇറങ്ങിയവരാണ്. हम किसी साधारण व्यक्ति को नहीं बल्कि परमेश्वर के पुत्र को देखने के लिए आए हैं। നമ്മുടെ മുമ്പിലുള്ള ആമേൻ നാം കാണുവാൻ ഇറങ്ങിയ വ്യക്തി ഒരു സാധാരണക്കാരനല്ല. हम जिसे देखने जा रहे हैं वो कोई साधारण व्यक्ति नहीं है। ആമേൻ ഇന്ന് രാവിലെ ഈ വിഷയത്തെ കഴിഞ്ഞ ദിവസം ഞാൻ ധ്യാനിച്ചപ്പോൾ ഓർക്കുക, ഏകദേശം 3 വർഷം കർത്താവ് കൂടെ നടന്ന് പഠിപ്പിച്ചു, അത്ഭുതങ്ങളെ കണ്ടു, കേൾപ്പിച്ചു, സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു, എത്രയോ വിഷയങ്ങളെ പഠിപ്പിച്ച് 3.5 വർഷത്തെ അവരെ പഠിപ്പിച്ച ആ പാഠങ്ങളെല്ലാം മറന്നുകൊണ്ടുള്ള ആ ഒരു സംസാരമാണ് ഇവരോട് സംസാരിക്കുന്നത്. मैं एक बात को समझ रहा था कि 3.5 वर्ष प्रभु यीशु मसीह के संग रहने वाले ये सभी जो परमेश्वर की मृत्यु के बाद जो कार्य होने वाला था प्रभु यीशु ने बताया था, वे सब बातों को भूलकर ये बातों को वे बोल रहे थे। എത്രയോ അത്ഭുതങ്ങളെ കണ്ടവരാണ് ഇവർ. ये लोग कितने अद्भुत कार्यों को इन्होंने देखा है, അത്ഭുതങ്ങളെ കുറിച്ച് കേട്ടവരാണ് ഇവർ. कितने हजारों मतलब कई सारे लोगों की चंगाई के बारे में इन्होंने सुना भी है। എത്രയോ അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടും കേട്ടുമുള്ള ഇവർ ഇപ്പോൾ ഇതാ ആമേൻ അവർ ആ വലിയ അത്ഭുതം കാണുവാൻ വേണ്ടി മുമ്പോട്ട് പോകുമ്പോൾ പറയുന്നു, കല്ല് നമുക്ക് വേണ്ടി 6 ഉരുട്ടി മാറ്റും. कई सारे अद्भुत कार्य जो प्रभु यीशु मसीह ने किए थे वे इन चेलों ने और इन बहनों ने भी देखा था, लेकिन आज जो बहुत बड़ा अद्भुत कार्य इनके सामने होने वाला है उन बातों को भूल कर वे यात्रा कर रहे थे। എത്ര പേർ അവിടെ ശ്രദ്ധയോടെ ഇരിക്കുന്നു? ആമേൻ പുനരുദ്ധാനം പ്രാപിച്ച മഹത്വത്തോടെ പുറത്തേക്ക് വന്ന ആർക്കും അടക്കുവാൻ കഴിയാതിരുന്ന, ആർക്കും അതെ തടയുവാൻ കഴിയാതിരുന്ന കർത്താവിന് ഉയർപ്പ് നടന്നു കഴിഞ്ഞു. ആമേ എന്നിട്ട് അവർ പറയുന്നു, നമുക്കിനി ആരാണുള്ളത്? कब्र जिसे बंद नहीं कर सकती कोई भी वो ऐसी चीज जो उस प्रभु यीशु मसीह के पुनरुत्थान को रोक नहीं सकती। इतनी बड़ी बात को वे वहां पे देखने जा रहे थे, लेकिन वो बातों को भूल गए थे और चिंताजनक बातों को बोल रहे थे। ആമേ സർവശക്തനായ കർത്താവ് മുമ്പിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പറയുന്നു, ആര് നമുക്ക് സഹായത്തിന് വരും? राजाओं का राजा मसीह वहां पे पुनरुत्थान होकर जीवित होकर खड़ा है, वो महिमा रूप धारण कर लिया है, लेकिन उस बातों को भूल गए थे। लेकिन वहां एक कोई पत्थर रखा है, वो इस बात को याद कर रहा है। ആമേ എല്ലാ അത്ഭുതങ്ങളും നടന്നു കഴിഞ്ഞു, വാതിലുകൾ തുറക്കപ്പെട്ടു, കല്ലുകൾ ഉരുണ്ടു മാറി, ഇനി തടസ്സമായിട്ടൊന്നുമില്ല. പുനരുദ്ധാനം പ്രാപിച്ച കർത്താവിനെ നേരിട്ട് കാണുവാൻ വേണ്ടി ദൈവം പദ്ധതികളെല്ലാം ഒരുക്കിയിരിക്കുമ്പോൾ അവർ പറയുന്നു, ഇല്ല, നമുക്ക് ആരും സഹായത്തിനില്ല. सभी द्वार खुल चुके हैं, प्रभु यीशु मसीह जीवित हो चुके हैं, सभी बातें जो परमेश्वर ने बोली थी वो पूरी हो गई है, लेकिन वो इस बात को कह रही थी कि हमारे लिए कोई नहीं है, हमारी सहायता कौन करेगा? എല്ലാ കാര്യങ്ങളും കർത്താവ് ഭംഗിയായി ചെയ്തിട്ടും നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ശുശ്രൂഷയ്ക്കും ആമേ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ഭാവി ശുശ്രൂഷയ്ക്കും വേണ്ടിയതെല്ലാം ദൈവം നന്നായി ഒരുക്കിയിട്ടും ആമേ ഒരു നന്മയ്ക്ക് മുടക്കം വരാതെ വഴിയും വാതിലുമെല്ലാം തുറന്നിട്ടിട്ടും പലപ്പോഴും നമ്മുടെ വാക്കുകൾ കർത്താവ് എനിക്ക് ആരുമില്ല, ആര് തുറക്കും നിസ്സഹായരായി നിൽക്കുന്ന എത്രയോ ഇടങ്ങൾ നമ്മുടെ ജീവിതം ഉണ്ടാകാറുണ്ട്. कई बार ऐसा होता है हमारे जीवन में, हमारे परिवार के जीवन में, हम ऐसा सोचते हैं कि ये चीजों को हम कैसे करेंगे, इन कार्य को हम कैसे करेंगे, ये समस्या बहुत बड़ी है, इसे हम अकेले नहीं कर पाएंगे। लेकिन वो कार्य पहले से ही प्रभु ने किसी तरीके से उस कार्य को पूरा किया है, लेकिन हम भूल जाते हैं, हम भटक जाते हैं, हम उस परेशानी को अपनी चिंता बनाकर बैठते हैं। ഈ സഹോദരന്മാരുടെ സംസാരം നമുക്കൊന്ന് ആമേൻ വ്യക്തമായി പഠിച്ചാൽ, അഥവാ ഇവർ ആ കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ കർത്താവ് അവിടെ ഇല്ല, അല്ലെങ്കിൽ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം അറിഞ്ഞായിരുന്നെങ്കിൽ അവർ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എങ്ങനെയായിരിക്കും അവർ സംസാരിച്ച് മുമ്പോട്ട് നീങ്ങേണ്ടിയിരുന്നത്? एक बात समझें कि अगर वो कब्र पे अगर यीशु मसीह जीवित हुए
ये बात उनको अगर याद आती तो वो कितने ही आनंद के साथ, ये जो वचन लिखा है वो इस प्रकार यहाँ लिखा नहीं होता, वो पत्थर लुढ़का हुआ है, ये बात अगर वो याद रखती तो वो ये वचन इस प्रकार लिखा नहीं होता। സത്യത്തെ അറിയാതെ അല്ലെങ്കിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് ബോധമില്ലാതെയുള്ള അനാവശ്യ സംസാരങ്ങൾ, सत्य को बिना जाने या फिर जो हुआ है उससे बिना जाने जो बातें हम बोलते हैं, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് ബോധ്യമില്ലാത്ത ഒരു കൂട്ടം യാത്രക്കാർ, ये जो परमेश्वर ने जो कार्य किया है उस कार्य को भूले हुए कुछ लोग यात्रा कर रहे हैं। അറിവും പാരമ്പര്യങ്ങളും എല്ലാം ഉണ്ട്, കർത്താവിന്റെ കൂടെ നടന്ന ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷെ ആവശ്യ സമയത്ത് ഉപയോഗിക്കാൻ കഴിയാതിരുന്ന യാത്രക്കാർ, सभी प्रकार की जानकारी है, ज्ञान है, मसीह के कार्य को उन्होंने देखा है, लेकिन जब समय आया सत्य को पहचानने का, सत्य को याद रखने का, तब वे भूल गए। സത്യത്തിൽ ഏറ്റവും മുമ്പിൽ നടന്നവർ, മുമ്പിൽ നടക്കേണ്ടവർ, പക്ഷെ അവരുടെ സംസാരം കേട്ടാൽ ഒന്നും അറിയാത്ത ശിശുക്കളെ പോലെ സംസാരിക്കുന്നവർ, सबसे आगे जिन्हें चलना था वे इस प्रकार बातें बोल रहे हैं जैसे उन्हें कुछ पता ही नहीं। അവ ഏറ്റവും മുമ്പിൽ നടക്കുന്നവർ, അതെ ഇവരെക്കാൾ മുമ്പിൽ നടക്കാൻ യോഗ്യരായവർ മറ്റാരുമില്ല, ശരിയാണ്, പക്ഷെ അവരുടെ സംസാരം കേട്ടാൽ ഒന്നും അറിയാത്ത ഇന്നലെ വന്നതുപോലെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ശിശുക്കളെ പോലെ സംസാരിക്കുന്നവർ। इनकी बातें, इनके पास जितनी जानकारी है, जो उनका अनुभव है उसे देखकर हम समझेंगे तो इन्हें सबसे आगे होना चाहिए और आगे थे, लेकिन इनकी बातों को सुनकर ऐसा लगता है कि ये कल ही प्रभु यीशु मसीह के बारे में जाने। ഇന്ന് രാവിലെ നമ്മെ തന്നെ ശോധന ചെയ്യാമോ? നമ്മുടെ വാക്കുകൾ, നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ നാം പറയുന്ന വാക്കുകൾക്ക് എത്രത്തോളം സത്യത്തെ മനസ്സിലാക്കി നാം സംസാരിക്കുന്നവരാണ്? एक बात तो समझे, हम जब बातें बोलते हैं, हम जब परिवार के मध्य में अपनी बातों को बोलते हैं, अलग अलग जगहों में अपनी बातों को बोलते हैं, तो हमारी बातों की, हमारी बातचीत में कितनी अहमियत है। അവനെ ശ്രദ്ധിക്കുക, എനിക്ക് വേണ്ടി ദൈവം വാതിൽ തുറന്നിരിക്കുന്നു, എന്റെ കാര്യങ്ങൾ ദൈവം നന്നായി ചെയ്തിരിക്കുന്നു, എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, എന്റെ സഭയുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി, എന്റെ പ്രസ്ഥാനത്തിന്റെ വഴികളിൽ എവിടെയെല്ലാം ദൈവം നമ്മളെ ആക്കിയോ അവിടെയെല്ലാം തുറന്നിട്ട വഴികൾക്ക് മുമ്പിൽ അവൻ നിന്ന് നാം സംസാരിക്കുമ്പോൾ അവയെ അടഞ്ഞവയായി കണ്ടിട്ടാണോ നാം സംസാരിക്കാറുള്ളത്? जब अपनी बातों में करते हैं, परिवार के बीच में बात करते हैं, कलीसिया में बात करते हैं, अपनी संस्था के भी बातों को हम बोलते हैं, तो क्या हम ऐसे बोलते हैं कि वो कार्य हमें करना था, वो कार्य हम नहीं कर पाएंगे, वो जो कार्य पहले से हुआ है उसके मध्य में हम एक रुकावट के तरीके से बोलकर अपने आप को चिंतित करते हैं क्या? ശ്രദ്ധിക്കുന്നു, ഇന്ന് രാവിലെ ആമേ പുനരുദ്ധാനത്തിന്റെ യുഗത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞതിന് ശേഷം ഹല്ലേലൂയ ആമേൻ, ആമേൻ, ഉയർപ്പിന്റെ ശക്തിയോട് യോജിക്കാത്ത സംസാരങ്ങൾ സംസാരിച്ച സഹോദരിമാർ, पुनरुद्धार होकर जीवित होकर बाहर निकला हुआ मसीह के सामने एक अविश्वास की बातें, जो बातें नहीं हुई हैं, जो बातें उनको बोलनी नहीं चाहिए थी, वे बातें बोलकर कुछ बहनें यहाँ पे यात्रा कर रही हैं। ദൈവസഭയുടെ ഭാഗമായി നിന്ന്, ദൈവിക ശക്തിയുടെ ഭാഗമായി നിൽക്കാൻ ദൈവത്തിന് നാം ആമേ ദൈവദാസന്മാരെ, ദേവദാസിമാരെ, കുഞ്ഞുങ്ങളെ ഇന്ന് രാവിലെ ആത്മാൽ പറയാമോ? ആമേ, നാം പ്രാപിച്ച ആമേ ദൈവശക്തിക്ക് അനുകൂലമായി നാം സംസാരിക്കണം। प्रियो, एक बात समझे, हम जो मसीह के देह के अंग हैं प्रियो, हमें उस मसीह की योजना के अनुसार, उस मसीह के अनुसार, उस मसीह की जो योजना है उसके अनुसार हमें बातों को बोलना है। രാവിലെ എത്ര പേർ ശ്രദ്ധയോടെ ഇരിക്കുന്നു? നമുക്ക് സംസാരിക്കേണ്ട ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഉണ്ട്। प्रियो, हमें एक बात समझे, हमें बातों को बोलने के लिए एक स्तर परमेश्वर ने दिया है। ആമേ, നാം ഒരു ലെവലിൽ നിന്നാണ് സംസാരിക്കുന്നത്। हम एक स्तर पर रहकर परमेश्वर के सामने हम बात करते हैं। സാധാരണ വഴിയാത്രക്കാർ പറയുന്ന ഭാഷ സംസാരിക്കുവാൻ ഈ സഹോദരിമാർക്ക് അനുവാദമില്ല। कोई सड़क पे चलने वाले लोगों के समान इन तीन बहनों को बोलने की आवश्यकता नहीं है, കാരണം ആമേ കർത്താവിനോട് കൂടെ നടന്നവരാണ്, क्योंकि ये परमेश्वर के साथ चले हुए लोग हैं, സത്യം നന്നായിട്ട് അറിയാവുന്നവരാണ്, सत्य को पहचान कर परख कर समझे हुए लोग हैं। ആമേൻ, ഈ വഴിയാത്ര അനാവശ്യമായ സംസാരിച്ച് പുനരുദ്ധാനത്തിന്റെ പ്രഭാതത്തിൽ ആമേ ദൈവശക്തിയെ ആമേ നിസ്സാരമായി കാണുവാനുള്ളവരല്ലെന്നെയോ, പുനരുദ്ധാനത്തിന് രാവിലെ ആത്മാവിൽ നൃത്തം ചെയ്ത് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടിയ കൂട്ടരാണ് ഇപ്പോൾ അനാവശ്യമായ വാക്കുകൾ പറഞ്ഞ് ആമേൻ ആ അന്തരീക്ഷത്തെ കെടുക്കുന്നവരാക്കി മാറുന്നത്। पुनरुत्थान के सुबह भोर को उठकर आनंद के साथ जिनको जाना था, बड़े ही चिंताजनक होकर, जो चिंता है नहीं वही चिंता को चिंताजनक समझकर, बड़े ही दुख के साथ, वो जो मुसीबत है ही नहीं, रुकावट है ही नहीं, उसके बारे में सोचकर वो जो माहौल, जो एक अच्छा माहौल, आनंद का माहौल होना चाहिए था, वहां पर उन्होंने वो माहौल को बिगाड़ दिया। നമ്മുടെ കുടുംബാന്തരീക്ഷമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ദൈവശക്തിക്ക് അനുകൂലമായി ആമേൻ
ആമേൻ നാം സംസാരിക്കണം. प्रियो, जो परमेश्वर ने जो आत्मिक माहौल, आत्मिक एक वातावरण हमारे परिवार में बनाया है, उस वातावरण के अनुसार हमें अपनी बातों को बोलना है। നമ്മുടെ അഭിഷേകത്തിന്റെ ആമേൻ ഉയർന്ന നിലയെ നാം മനസ്സിലാക്കി നാം സംസാരിക്കണം. प्रियो, हमारे अभिषेक जो बड़ा हुआ है, हमें जो परमेश्वर ने अभिषिक्त बनाया है, उसके अनुसार हमें अपनी बातों को बोलना है। നാം വിശ്വസിക്കുന്നതും നാം വായിക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്തിന് അനുകൂലമായി നാം സംസാരിക്കണം. प्रियो, हम जो वचन को विश्वास करते हैं, जो वचन को हम पढ़ते हैं, उस वचन के अनुसार, उस वचन के स्तर पर हमें बातों को बोलना है। ആമേൻ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിറവിനെ മനസ്സിലാക്കി നാം സംസാരിക്കണം. प्रियो, हमारे अंदर जो मसीह का आत्मा, जो मसीह ने हमें आत्मा दिया है, उस मसीह की आत्मा को समझकर उसके अनुसार, उसके स्तर पर हमें बातों को ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ സംസാര ഭാഷ. അതുകൊണ്ട് ആ വചനത്തിന് അനുകൂലമായി നിന്ന് സംസാരിക്കട്ടെ. बात को समझे, हमारे लिए भाषा के तौर पे मसीह का वचन है, इसलिए मसीह के वचन के अनुसार हमें अपनी बातों को बोलना है। ആമേൻ സത്യത്തിൽ ആമേൻ നടന്ന ദൈവിക പദ്ധതിയെ, ദൈവത്തിന്റെ പ്രവൃത്തിയെ മനസ്സിലാക്കാതെ ഇന്നും മുമ്പിൽ നിൽക്കുന്ന കല്ലുകളെ കണ്ട് സംസാരിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ മധ്യമുണ്ട്. एक बात समझे, हमारे बीच में कई सारे लोग हैं जो रुकावट है ही नहीं, जो परमेश्वर ने वो कार्य को खोल के रखा है, वो रुकावट है ही नहीं। उस रुकावट को समझकर, सोचकर, चिंता बनाकर चिंतित होने वाले कई लोग हमारे मध्य में। രാവിലെ ആത്മാവിൽ സംസാരിച്ചു തുടങ്ങാമോ? ആമേൻ യുദ്ധം, ആമേൻ യുദ്ധത്തിന് വേണ്ടി ശത്രുക്കൾ നിലനിൽക്കുമ്പോഴും നാം യുദ്ധത്തിന്റെ റിസൾട്ടിനെ പ്രഖ്യാപിക്കുന്നവരാണ്. ദൈവം എനിക്ക് യുദ്ധത്തിൽ വിജയം നൽകിയിരിക്കുന്നു. युद्ध होने से पहले ही हमें जो परमेश्वर ने आत्मा दिया है, उस आत्मा के अनुसार हम घोषणा करने वालों में से हैं कि हम युद्ध को जीत चुके हैं। ശത്രു മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുമ്പോഴും ശത്രു ഉയരമുള്ളവൻ, അതേ അവന് കഴിവുണ്ട്, പക്ഷെ അവിടെ നാം വിളിച്ചു പറയും ദാവീദിനെ പോലെ ആമേൻ യുദ്ധത്തിൽ ദൈവം എനിക്ക് വിജയം നൽകിയിരിക്കുന്നു. शत्रु भले ही चौड़ा लंबा हो, हमारे सामने युद्ध भूमि में खड़ा क्यों ना हो, लेकिन हम दाऊद के समान बोलेंगे कि यहोवा मेरे संग है, हम युद्ध को जीत चुके हैं। പ്രാർത്ഥനയോടെ കർത്താവിന് സ്തോത്രം പറയാമോ? മുമ്പിൽ നിന്ന് ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പോഴും ഗോലിയാത്ത് തന്റെ മുമ്പിൽ കവിണ്ണ് വീഴുന്നതിന് മുമ്പേ ആമേൻ ദാവീദ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അത് ആമേൻ ദൈവം യഹോവ ആമേൻ ഞങ്ങൾക്ക് എനിക്ക് വിജയം നൽകിയിരിക്കുന്നു. लोग कह सकते हैं कि सामने से गोलियात ललकार रहा है, ललकार से कह रहा है कि ललकार पे खड़े होके वो युद्ध भूमि में कह रहा था, लेकिन दाऊद जो उससे गिराने से पहले ही इस बात को वो कबूल किया था, विश्वास किया था, बोल रहा था कि यहोवा मेरे संग है, हम ही जीतेंगे। അയ്യോ ഞങ്ങൾ തോറ്റുപോകും, ഗോലിയാത്ത് ഞങ്ങളെക്കാൾ വലിയവൻ, ഞങ്ങൾ നിങ്ങളുടെ അടിമകളാകുമെന്ന് പറഞ്ഞ് അവിശ്വാസത്തിന്റെ വാക്കുകൾ ഉച്ചരിക്കാതെ ആമേ ഉച്ചൈസ്വരം ഘോഷിച്ച് പറയുന്നു, ആമേ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളാകും. अरे हम आज हार जाएंगे, गोलियात की लंबाई को देखो, गोलियात की चौड़ाई को देखो, आज का युद्ध तो हम हार जाएंगे। ऐसे अविश्वास की बात ना बोलकर जो मसीह की योजना, जो परमेश्वर की योजना थी, उस योजना के अनुसार बात करने वाला एक दाऊद। അറിയാമോ ആമേ മോശ ഒറ്റുകാരെ അയച്ചിട്ടൊക്കെ നമുക്കറിയാം, നന്നായി അറിയാവുന്ന ഭാഗമാണ്. ആമേ രണ്ടുപേർ യോശുവും കാലേബും പറയുന്നു ദൈവം നമുക്ക് ആ ദേശം തന്നിരിക്കുന്നു. वहां पे हम समझे कि मूसा ने जब यहोशू और कालेब को भेजा था, तो यहोशू और कालेब जब वापस आए तो उन्होंने इस प्रकार कहा था कि परमेश्वर ने हमें वो राज्य हमारे अधीन कर दिया है। ആമേ ബാക്കി 10 പേർ പറയുന്നു ദേശം കോട്ട കൊത്തളങ്ങളാൽ ഉറപ്പിക്കപ്പെട്ടതാണ്, നമുക്കത് പിടിച്ചെടുക്കാൻ കഴിയില്ല. बाकी जो 10 लोग साथ में गए थे, तो पूरे 12 लोग गए थे, 2 कालेब और यहोशू थे, बाकी 10 लोग कह रहे थे वहां पे कोरावंशी रहते हैं, वो बड़े लोग हैं, उनकी लंबाई चौड़ाई बहुत ज्यादा है, बड़े ताकतवर लोग हैं। അവർ പറയുന്നു അവർക്ക് മുമ്പിൽ ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ തോന്നി, उनके सामने हम टिड्डों के समान, कीड़ों के समान हैं। എന്നാൽ നമുക്കറിയാം യോശുവും കാലേബും പറയുന്നു യഹോവ നമുക്ക് ആ ദേശം നൽകിയിരിക്കുകയാണ്. लेकिन वहां पे हम समझे यहोशू और कालेब कह रहे थे कि परमेश्वर ने हमें वो राज्य हमारे अधीन कर दिया। സ്തോത്രം പറഞ്ഞു പറയാമോ? കയ്യിൽ ലഭിക്കുന്നതിന് മുമ്പേ ദൈവിക വാഗ്ദത്തങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച് ആമേൻ ഞങ്ങളെ മിസ്രൈമിൽ നിറക്കിയാൽ ആമേൻ ആ ദേശം തരുവാൻ ദൈവത്തിന് കഴിയും എന്ന് ബോധ്യമുണ്ടായിരുന്ന യോശുവയും കാലേബും പറയുന്നു യഹോവ ഞങ്ങൾക്ക് ആ ദേശം തന്നിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച യഹോശു കാലേബ് പറയുന്നു യഹോവ ഞങ്ങൾക്ക് ആ ദേശം തന്നിരിക്കുകയാണ്. कार्य होने से पहले विश्वास के साथ बातों को बोलने वाले यहोशू और कालेब को हम यहाँ देख सकते हैं। अगर जिस परमेश्वर ने हमें मिस्र से निकाला है, वो हमें मिस्र से निकाल कर कनान में हमें प्रवेश कराएगा, इस बात को विश्वास करने वाले यहाँ पे कालेब और यहोशू को हम देख सकते हैं। ദൈവത്തിന്റെ പദ്ധതിയെ മനസ്സിലാക്കി സംസാരിക്കുന്നവർ, परमेश्वर की योजना को समझकर बात
बात करने वाले जन, ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ് സംസാരിക്കുന്നവർ. परमेश्वर की हृदय की तरफ देखकर उसे समझकर कहने वाले कुछ जन। ഒരിക്കൽ പൗലോസും കൂട്ടരും യാത്ര ചെയ്ത ആ കാര്യം നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് വായിക്കുന്നുണ്ട്. फिर जो काम में हम ऐसा पढ़ सकते हैं, पौलुस और साथ में कुछ लोग जा रहे थे। അവർ 14 ദിവസമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. वे 14 दिन से कुछ खाए नहीं थे। വലിയ കൊടുങ്കാറ്റും ഈശാന മൂലമെല്ലാം അടിച്ചിങ്ങനെ ഒഴുകി നടക്കുക കടലിലൂടെ. बहुत बड़ा तूफान आया है, समुद्र में उनकी नैया ऐसे डोल डोल कर जा रही थी। പൗലോസിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ നാം രാവിലെ ശ്രദ്ധിച്ചാൽ നമ്മുടെ എല്ലാ ഭയവും മാറും. पौलुस की भाषा को अगर हम समझेंगे तो हमारा सारा भय आज दूर हो जाएगा। കൂടെയുള്ളവരെല്ലാവരും നിലവിളിക്കുകയാണ്. साथ वाले सभी ललकार रहे हैं, सभी सब करा रहे हैं, നാം മരിച്ചു പോകുമെന്ന് പറഞ്ഞ് അവർ ആമേൻ നിലവിളിക്കുമ്പോൾ उन्होंने कह दिया था कि हम मरने वाले हैं, हम मर चुके हैं। പൗലോസിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. वहां भी पौलुस इस प्रकार कहता है, നമുക്കൊരു ഹാനിയും വരികയില്ല, कोई भी हानि ना होगी। ഇന്നലെ രാത്രി ആമേൻ ഞാൻ സേവിക്കുന്ന ദൈവം എന്നോട് സംസാരിച്ചു. कल रात जिस परमेश्वर की मैं सेवा करता हूँ उसने मुझसे ऐसी बात कही। ഇന്ന് രാവിലെ എത്ര പേർക്ക് പറയാൻ ധൈര്യമുണ്ട്? കപ്പൽ ആമേൻ ചുഴലിക്കാറ്റിൽ കിടന്ന് ആമേൻ വട്ടം കറങ്ങുമ്പോഴും ആമേൻ അതിന്റെ ഭാഗങ്ങൾ തകർന്നുകൊണ്ടേയിരിക്കുമ്പോഴും കര കാണാതെ ഒഴുകി നടക്കുമ്പോഴും ആശയ്ക്ക് മുമ്പിൽ കാണുവാൻ കരയൊന്നുമില്ലെങ്കിലും ഇന്ന് രാവിലെ നാം പറയും, ഹല്ലേലൂയ, ദൈവം എന്നെ ഇറക്കിയാൽ, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ റോമിലെത്തും, ദൈവിക മഹത്വം കാണും, റോമൻ കൈസയുടെ മുമ്പിൽ നീ സാക്ഷിയാകുമെന്ന് ദൈവത്തിന്റെ വാഗ്ദാനം ഉണ്ടെങ്കിൽ ഈ കാറ്റും കടലും വിരോധമെങ്കിലും നാം ആത്മാവിൽ പറയുന്നു, നാം റോമിലെത്തും. कितने लोग आज कह सकते हैं कि जिस जहाज में वे तूफान से ग्रसित थे, तूफान के कारण समुद्र में जो भयंकर तूफान था, उस तूफान के कारण जो उनकी समुद्र जो था, समुद्र में जो उनका जो जहाज था वो डूब रहा था, उसके अंजर पंजर हिल रहे थे। लेकिन इसके मध्य में भी पौलुस के समान कितने लोग कह सकते हैं कि मैं उस परमेश्वर से बात किया, वो परमेश्वर ने मुझसे बोला कि हम रोम में पहुंचेंगे। മനസ്സിലാക്കണം, ദൈവിക പദ്ധതി അറിഞ്ഞ് നാം സംസാരിക്കട്ടെ. एक बात समझे कि परमेश्वर की योजना को समझकर जानकर अपनी बातों को बोले। നമ്മുടെ സംസാരത്തിൽ അനാവശ്യമായ കല്ലുകളെ കുറിച്ച് സംസാരിക്കരുത്. हमारी भाषा में, हमारी बातों में हम जो है प्रियो बेफजूल की जो पत्थर है उनके बारे में हम ना बोले। ഇല്ലാത്ത മലകൾ, ഇല്ലാത്ത രോഗങ്ങൾ, ഇല്ലാത്ത പ്രതിസന്ധികൾ, ഇല്ലാത്ത പ്രതികൂലങ്ങൾ അവയെ നാം സംസാരിച്ച് സൃഷ്ടിക്കരുത്. जो प्रतिकूल है ही नहीं, जो पहाड़ है ही नहीं, जो रोग है ही नहीं, उस बात को ना बोलकर अपने आप को बलहीन ना करें। അഥവാ അവിടെ പഹാഡ് ഉണ്ടെങ്കിൽ നമ്മുടെ വാക്കുകൾ നിമിത്തം അത് സമതലമായി മാറും. और अगर वहाँ पे पहाड़ है तो हमारी विश्वास की भाषा को सुनकर वो पहाड़ समतल हो जाने। രാവിലെ ആത്മാവിൽ പറയാമോ, എന്റെ യാത്രയിൽ ഞാൻ ആത്മാവിൽ ഒരുമിച്ച് പറയുന്നു, ദൈവമേ നീ കല്ലറ എനിക്ക് വേണ്ടി തുറന്നതിനായി സ്വന്തം. आज विश्वास के साथ तो लोग कह सकते हैं कि हे प्रभु धन्यवाद, वो पत्थर आपने लुढ़का दिया मेरे लिए। ഉരുണ്ട് മാറിയ കല്ലുകളെയോ കണ്ടുകൊണ്ട് രാവിലെ ആത്മാവിൽ സ്തോത്രം പറയണം. लुढ़का हुआ पत्थर को देखकर परमेश्वर को धन्यवाद करें। ആത്മാവിൽ പറഞ്ഞു തുടങ്ങി, പറയാമോ കർത്താവേ അവിടെ കല്ല് ഇല്ലാത്തതിനായി സ്തോത്രം. तो लोग विश्वास के साथ यहाँ पे कह सकते हैं प्रभु धन्यवाद, वहाँ पे पत्थर है ही नहीं। അനാവശ്യമായ സംസാരം നമ്മുടെ കൂടെ ഉള്ളവരെ കൂടെ എന്താക്കും? അവിശ്വാസത്തിൽ ബലഹീനരാക്കും. बेफजूल बेविश्वास की बातें, अविश्वास की बातें हमारे साथी जनों को भी अविश्वास बनने में मजबूर करती है। രാവിലെ ആത്മാവിൽ പറയാം, കർത്താവ് യാത്രയ്ക്കായി സ്തോത്രം, നീ എന്നെ വിജയത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായി സ്തോത്രം. आत्मा से भरकर कहें प्रभु धन्यवाद, आपने विजयी तौर से मुझे यहाँ तक लाया। നമുക്കറിയാം, പുനരുദ്ധാനത്തിന്റെ യുഗത്തിലെ ആദ്യത്തെ യാത്രയിൽ അവരുടെ വാക്കുകൾ നെഗറ്റീവ് വാക്കുകൾ ഇല്ലാത്തവയെ കുറിച്ച് സംസാരിക്കുന്നു. അവർ പരാജയത്തെ കുറിച്ച്, തടസ്സങ്ങളെ കുറിച്ച് സംസാരിച്ച് സമയം വൃഥാവാക്കുകയാണ്. पुनरुद्धान की पहली यात्रा में वे बड़े ही नकारात्मक बातों को बोलकर वहाँ के जो वातावरण को बिगाड़ कर तीनों बहनें जमा रही हैं। രാവിലെ ആത്മാവിൽ പറയണം, ഹല്ലേലൂയ, എന്റെ വാക്കുകൾ ദൈവസന്നിധിയിൽ വാസ്തവമായിരിക്കും. तो आज की तो लोग कह सकते हैं कि मेरी जो बातें हैं, जो बातें मैं बोलूंगा वो सच होंगी, वो वास्तविक होंगी। ഞാൻ ദൈവത്തിന്റെ പദ്ധതി അറിഞ്ഞ് സംസാരിക്കും. मैं परमेश्वर की योजना को जानकर समझकर बोलूंगी। ഈ ആത്മയുഗത്തിൽ ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ് സംസാരിക്കുന്നതായിരിക്കും ഞാൻ. इस युग में भी परमेश्वर के हृदय को जानकर समझकर बोलने वाले से बनूंगी। നമ്മുടെ അധരത്തിൽ
വചനത്തിന്റെ വാക്കുകൾ ഇന്ന് രാവിലെ ശ്രദ്ധിക്കണമേ. हम जो हमारे जो गले से आवाज निकलती है उस भाषा को हम समझें। നാം ആത്മാവിൽ പറയുന്നു, ആമേൻ, ദൈവം കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. हम आत्मा में कहेंगे कि प्रभु ने उस पत्थर को हलुड़का दिया। ആമേ, പുനരുദ്ധാനത്തിന്റെ പ്രഭാതത്തിലെ യാത്രയാണ് നാം ചെയ്യുന്നത്. हम आज पुनरुत्थान के सुबह की यात्रा हम कर रहे हैं। ആമേൻ. ഇവിടെ ഉരുണ്ടു മാറാത്ത കല്ലുകളില്ല. यहाँ पे लुढ़के हुए पहले पत्थर नहीं है। ആമേൻ. ഇവിടെ ഉരുണ്ടു മാറാത്ത കല്ലുകളില്ല. यहाँ पे जो पत्थर नहीं लुढ़केंगे वो ऐसे पत्थर यहाँ पे नहीं है। ആമേൻ. ഇവിടെ നാം എന്നും ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കണ്ടുകൊണ്ടാണ് നാം യാത്ര ചെയ്യുന്നത്. यात्रा हम जो करते हैं यहाँ पे हर दिन अद्भुत कार्य को हम यहाँ देखते हैं। ആമേൻ. നാം ദൈവത്തിന്റെ അത്ഭുതത്തെ കാണുവാൻ വേണ്ടി ഇറങ്ങിയവരാണ്. जो हम परमेश्वर के अद्भुत कार्य को देखने के लिए आए हैं। ആമേൻ. നാം തിരിച്ചു വരുമ്പോൾ പറയേണ്ട വാക്കുകൾ അങ്ങോട്ട് പോകുമ്പോഴും പറഞ്ഞുകൊണ്ട് നാം യാത്ര ചെയ്യും. हम जो वापसी यात्रा में जो बातें बोलेंगे वही बातों को हम जाते समय बोलेंगे। ആമേൻ. നാം കാണുന്നതിന് മുമ്പേ കണ്ണുകൊണ്ട്, ഭൗതിക കണ്ണുകൊണ്ട് കാണുന്നതിന് മുമ്പേ നാം ആത്മാവിൽ അവയെ കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്യും. जो बातें हमें देखने वाले थे उस बातों को आत्मिक आंखों से देखकर हम धन्यवाद बोलते हुए ആമേൻ. जाएंगे। ലോകക്കാർ ഇങ്ങോട്ട് വരുമ്പോൾ പറയുന്നത് നാം അങ്ങോട്ട് പോകുമ്പോൾ പറയും. संसार के लोग यहाँ वापसी में जो बातों को बोलते हैं हम जाते समय बोलेंगे। ആമേൻ. കാരണം നാം വിശ്വാസ കണ്ണുകളെ ആമേൻ നാം ഉപയോഗിക്കുന്നു. क्योंकि हम विश्वास की आंखों से हम देखते हैं। അരുതാത്ത വാക്കുകൾ പറഞ്ഞ് പുനരുദ്ധാനത്തിന്റെ യുഗത്തിൽ നാം ദൈവിക പ്രവൃത്തിയെ കെടുത്തി കളയരുത്. प्रियो, आप बेफिजूल की बातें बोलकर पुनरुत्थान के युग की बातों को समय पे हम अपने आप को बलहीन ना करें। നാം ആത്മാവിൽ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് യാത്ര ചെയ്യും. प्रियो, हम आत्मा में भरकर वहां पर हम यात्रा करेंगे। നിശ്ചയമായി നമ്മുടെ വാക്കുകൾ ദൈവത്തിന്റെ വചനത്തിന് അനുകൂലമായിരിക്കും. निश्चित तौर से हमारी बातें परमेश्वर की योजना से मेल खाएंगी। ഇന്നലെ കർത്താവ് പറഞ്ഞ വാക്കുകൾ നാം ഇന്ന് സംസാരിക്കുന്നു. जो कल मुझसे परमेश्वर ने बोला था वो आज मैं बोलूंगा, ये विश्वास के साथ हम ആമേൻ. കർത്താവ് बोलेंगे। പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. प्रभु ने बोला था हम जीवित होंगे, मैं जीवित होऊंगा, तीसरे दिन लौट आऊंगा। प्रभु ने ऐसा बोला था। ആമേൻ. കല്ല് അങ്ങോട്ട് ഉരുട്ടി വെക്കുന്ന കണ്ടവർക്കറിയാം, മൂന്നാം നാൾ ഈ കല്ല് സ്വന്തം ഉരുണ്ട് മാറും. वो जिन्होंने पत्थर को लुढ़कर जो पत्थर रखा गया था, जिन्होंने देखा था वो जानेंगे कि 3 दिन बाद ये पत्थर लुढ़काया जाए। ആമേൻ. രാവിലെ പറയാമോ, അല്ലെങ്കിൽ പലപ്പോഴും കല്ല് ഉരുട്ടി വെക്കുന്ന കാണുമ്പോൾ ദൈവമേ എന്നേക്കുമുള്ള കല്ലാണെന്ന് പലപ്പോഴും നാം വിചാരിക്കും. कई बार हम पत्थर को जब हम रखते समय देखते हैं तो हम कहते हैं कि अरे प्रभु ये तो हमेशा के लिए रखा गया। എന്നാൽ ദൈവിക ദർശനം പ്രാപിച്ച നാം ഇന്ന് രാവിലെ പറയും, ആമേ, കേവലം 3 ദിവസം മാത്രമേ കല്ല് ഇവിടെ ഉണ്ടാവുകയുള്ളൂ. लेकिन हम जो आत्मिक आंखों से देखते हैं हम इस प्रकार कहेंगे कि सिर्फ 3 दिन के लिए पत्थर रखा गया। ആമേൻ. ഈ കല്ല് തിരിഞ്ഞ് ഉരുളുന്ന ഒരു ദിവസമുണ്ട്. एक ऐसा दिन आएगा कि ये पत्थर अपने आप लुढ़क जाएगा। രാവിലെ ആത്മാവിൽ ആമേ പറയാമോ, കർത്താവിന് ഉരുട്ടിയതിനായി സ്തോത്രം. वो परमेश्वर को धन्यवाद करे, प्रभु धन्यवाद, वो पत्थर को आपने लुढ़का ആമേ. दिया। മനുഷ്യന്റെ കൈ തൊടാതെ ഉരുണ്ടു മാറിയ കല്ല്. वो पत्थर जो बिना किसी मनुष्य के सहायता के लुढ़का है। ആമേ. നമ്മുടെ മുമ്പിൽ ദൈവസഭയെ, ആമേ, പുനരുദ്ധാനത്തിന്റെ വക്താക്കളായ പുനരുദ്ധാനത്തെ ശക്തി പ്രാപിച്ച ദൈവത്തിന്റെ സഭയെ നമ്മുടെ മുമ്പിൽ ആമേ അങ്ങനെ ഒരു കല്ലില്ല എന്നുള്ള കാര്യം നാം രാവിലെ हम മനസ്സിലാക്കട്ടെ. आज की सुबह इस बात को समझे कि हमारे सामने कोई पत्थर है ही नहीं। इस विश्वास के साथ हम इस बात को बोलेंगे। വിശ്വാസത്തിന്റെ വാക്കുകൾ രാവിലെ പ്രഖ്യാപിക്കണം. യെസ്, അത് സംഭവിച്ചിരിക്കുന്നു. हम विश्वास के साथ कहें कि ये बातें पूरी हो चुकी हैं। ആമേ. അത് സംഭവിച്ചിരിക്കുന്നു. ये बातें पूरी हो चुकी हैं। ആമേൻ. അനാവശ്യമായുള്ള കല്ലുകൾ നമ്മുടെ വാക്കുകൾ പുറക്കാതിരിക്കട്ടെ. विश्वास की बातें बोलकर हम अपनी जबान को खराब ना करें। ആമേ. നിശ്ചയമായും ദൈവത്തെ അത്ഭുതം കാണുവാൻ ഇറങ്ങിയവരാണ് നാം എല്ലാവരും. परमेश्वर के अद्भुत कार्य को देखने के लिए परमेश्वर ने हमें बुलाया है। നാം ഈ അത്ഭുതം കണ്ടേ ഇവിടുന്ന് മടങ്ങിയുള്ളൂ. हम इस अद्भुत कार्य को देखकर ही वापस जाएंगे। ആമേ. നമ്മുടെ കൂട്ടായ്മ നിസ്സാരമായ ഒരു കൂട്ടായ്മയല്ല. हमारी जो संगति, हमारी जो बातें हैं, ये कोई साधारण बातें नहीं നാം है। ഒരുമിച്ച് ഒരു യാത്രയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ ഇറക്കിയെങ്കിൽ നാം ചില അത്ഭുതങ്ങൾ കണ്ടേ മടങ്ങൂ. अगर परमेश्वर ने हमें अपनी यात्रा के लिए चुना है तो हम अद्भुत कार्य को देखकर ही जाएंगे। ഇന്ന് രാവിലെ എത്ര പേർ ആത്മാവിൽ പറഞ്ഞു തുടങ്ങി, ഹല്ലേലൂയ, ആമേ, മുമ്പിൽ ഉണ്ടായിരുന്ന കല്ലുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അവിടെ കല്ലില്ല. अब कितने लोग विश्वास के साथ कह सकते हैं कि कल वहां पे पत्थर था, आज वहां पत्थर नहीं ആ है। തടസ്സങ്ങളെല്ലാം ഉരുണ്ടു മാറിയിരിക്കുന്നു. रुकावटें लुढ़क के जा चुकी ആമേ. हैं। നമ്മുടെ കാലുകൾ അവിടെ ചെല്ലുന്നതിന് മുമ്പേ, നാം അവിടെ എത്തുന്ന മുമ്പേ ഉരുണ്ടു മാറിയിരിക്കും. हमारे कदम वहां पहुंचने से पहले ही वो पत्थर लुढ़क जाएगा। നിശ്ചയമായും നാം അവിടെ എത്തുന്നതിന് മുമ്പേ അത് സംഭവിച്ചിരിക്കും. हमारे पहुंचने से पहले ही वो सब कार्य संभव हो जाएगा। അതുകൊണ്ട് നാം അവിടെ എത്തുമ്പോൾ കാണുവാൻ പോകുന്ന എത്തുന്നതിന് മുമ്പേ നാം സംസാരിക്കുന്നു. हम जानते हैं वो चीजें हो जाएंगी, इसलिए हम वहां पहुंचने से पहले उन बातों को कहेंगे। ഹല്ലേലൂയ. आमीन। രാവിലെ വലിയ ദർശനം പ്രാപിച്ചവരായി കിടന്നാം എല്ലാവരും. आज हम दर्शन के साथ बात करने वालों में से बने। ആമേൻ. നാം കാണുന്ന ദർശനങ്ങൾ നമ്മുടെ ആത്മാവെല്ലാം സംസാരിച്ചു തുടങ്ങണം. हम जो बात दर्शन देखते हैं वो हमारी जबानों पे आने पाए। ശുശ്രൂഷയ്ക്ക് വലിയൊരു വിശാലത ഉണ്ടാകുവാൻ പോകുന്നു. जो हमारी सेवा में बहुत बड़ी जो हमारी सीमा है वो बढ़ने वाली है। ഇന്ന് നമ്മെ വെല്ലുവിളിക്കുന്ന വിരോധികൾ നാളെ നമ്മുടെ കൂടെ നിന്ന് ആരാധിക്കുന്നവരാണ്. जो कल हमें ललकारते हैं, हमारे खिलाफ बोलते हैं, वो आज कल हमारे साथ बोलेंगे। ആമേൻ.
തകർക്കുമെന്ന് പറയുന്നവർ നാളെ നമ്മുടെ കൂടെ പണിയുന്നവരായിരിക്കും. जो कल हाथ हमें कह रहे थे कि हम तुम्हें बर्बाद कर देंगे, वो आज हमारे साथ बनाएंगे। ഈ ഭയവും ഞെരുക്കും എല്ലാം മാറും. നാളെ വലിയൊരു ആത്മിക സ്വാതന്ത്ര്യം നാം പ്രാപിക്കുന്നവരാ. प्रियो, भय होना, सताव होना, अलग अलग बातें जो आज हो रही हैं वो कल नहीं रहेंगी। ഇന്ന് രാവിലെ ആത്മാവിൽ പറയണ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. और एक बात को ध्यान रखें कि प्रभु ने इस प्रकार कहा कि मैं अपनी कलीसिया को बनाऊंगा। കർത്താവ് പറഞ്ഞ ഒരു വാക്കും നിഷ്ഫലമായി പോയിട്ടില്ല. प्रभु ने बोला आज तक कोई भी बातें बिना 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 सत्य हुए ऐसा कोई बात है ही नहीं। ആമേ സംഭവിക്കുക തന്നെ ചെയ്യും. सत्य जरूर होगा, संभव കല്ല് जरूर होगा। ഉരുണ്ട് മാറിയെങ്കിൽ ആമേ ബാക്കി എല്ലാ വാക്കുകളും ആമേ അതുപോലെ തന്നെ സംഭവിക്കും. अगर वो पत्थर लुढ़क चुका है तो सब बातें जो प्रभु ने बोली वो पूरा होगा। ഉയർപ്പിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലയിലും വ്യാപരിക്കും. अगर वो पुनरुत्थान को जो बातें प्रभु ने बोला है तो पुनरुत्थान की बातें हमारे जीवन में आएंगी। ആമേ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ മഹത്വം കണ്ടവരാണ് നാം എല്ലാവരും. जो परमेश्वर जी उठा वो परमेश्वर की महिमा को हमने देखा। ആമേൻ. ആ മഹത്വത്തിന്റെ സാക്ഷികളായി നിൽക്കുന്നവരാണ് നാം എല്ലാവരും. हम उस महिमा को देखे हुए गवाह है हम लोग। ആമേൻ. രാവിലെ ആത്മാവിൽ ഞാൻ കർത്താവിന് സ്തോത്രം പറഞ്ഞു. ഞങ്ങൾ ചേർന്ന് പറയും, ദൈവമേ പുനരുദ്ധാരത്തിന്റെ ആമേൻ ഈ യുഗത്തിൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് അവസരം നൽകിയല്ലോ. കർത്താവിനെ സ്തുതിക്കുകയാണ്. परमेश्वर को धन्यवाद करें प्रभु, धन्यवाद इस युग में मुझे आपकी सेवा करने के लिए आपने चुना, धन्यवाद। ആമേൻ. പുനരുദ്ധാരത്തിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞവർ, पुनरुद्धान के युग में पुनरुद्धान के उस शक्ति को महसूस किए हम। ആമേൻ. ആ കല്ലൊരു നിസ്സാരമായ കല്ല് ഉരുട്ടി മാറ്റി ആമേൻ ആരാധകർക്ക് വേണ്ടി വഴി തുറന്നെങ്കിൽ ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാവിലെ ആത്മാവിൽ പ്രഭാതത്തിൽ നാമം പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ഉണ്ടായിരുന്ന കല്ലുകൾ ആ പുനരുദ്ധാനത്തിന്റെ ശക്തി ഉരുണ്ടു മാറിയിരിക്കുന്നു. हम भी इस प्रकार कहेंगे कि वो पत्थर जो लुढ़का हुआ है वो हमारे पहुंचने से पहले लुढ़क चुका है। इस विश्वास के साथ हम कहेंगे। വിശ്വാസം കണ്ടുകൊണ്ട് പറയാമോ, ഉരുണ്ടു മാറിയിരിക്കുന്നു. तो विश्वास की आंखों से कितने लोग कह सकते हैं कि वो पत्थर लुढ़क चुका ആ है, ഉരുണ്ടു മാറിയിരിക്കുന്നു. पत्थर लुढ़क चुका है, ആ ഉരുണ്ടു മാറിയിരിക്കുന്നു. पत्थर लुढ़क चुका है। നാം നിൽക്കുന്ന യുഗത്തിന് അനുകൂലമായി സംസാരിക്കട്ടെ. ഇത് അത്ഭുതങ്ങളുടെ യുഗമാണ്. हम अपनी बातों को बोलकर इस प्रकार कहें कि अद्भुत कार्य होने वाला है। ആമേൻ. നമ്മുടെ പേര് വിശ്വാസികൾ എന്നായതുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുന്നു. ഉരുണ്ടു മാറിയിരിക്കുന്നു. हमारा जन्म अगर हमारा नाम अगर विश्वासियों के अगर सूची में लिखा है तो विश्वास की भाषा को बोले। ആത്മാവിൽ അവരെ പറയണം, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ എനിക്ക് മുമ്പിൽ യാതൊരു പ്രതിസന്ധികളുമില്ലാതെ എന്റെ കർത്താവുമായി കൂട്ടായ്മയ്ക്ക് വേണ്ടി വാതിലുകൾ തുറന്നിരിക്കുകയാണ്. आत्मा में भरकर इस बात को कहें कि मेरे पहुंचने से पहले वो पत्थर लुढ़क चुका है, कोई रुकावट वहां पे है ही नहीं। അവർ യാത്ര ചെയ്തുകൊണ്ട് പറയും, നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി वो മാറ്റും. यात्रा करते समय इस प्रकार कह रहे हैं, हमारे लिए पत्थर कौन लुढ़काएगा। വിശുദ്ധന്മാരുടെ വാക്കുകൾ ചേർന്ന് പറയാം, സംഭവിച്ചിരിക്കും, ദൈവം എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്ന വഴികൾ. विश्वास के साथ कहें कि वो पत्थर लुढ़क चुका है, परमेश्वर ने कार्य कर लिया है। നമ്മുടെ സംസാരങ്ങൾ ശ്രദ്ധയോടെ ആമേൻ നാം സംസാരിക്കുന്നവരായിരിക്കട്ടെ. जो हमारी बातों को हम जो बोलते हैं वो बड़े ध्यान के साथ बोले। ആമേൻ. നാം ഒരുക്കുന്ന പ്രസംഗങ്ങൾ വളരെ ആത്മാവിൽ ആമേൻ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കട്ടെ. जो हम जो बातों को बोलते हैं वो वचन के अनुसार वचन के स्तर में रहकर हम बोले। ആമേൻ. നാം പാടുന്ന പാട്ടുകൾ ആമേൻ വചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കട്ടെ. जो हम जो गीतों गाते हैं उन गीतों में मसीह के वचन के अनुसार हम गीतों को गाएं। കാരണം നമ്മുടെ സംസാരത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഞാൻ വീണ്ടും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. जो हमारी बातों का एक स्तर है, इस बात को बोलकर मैं समाप्त। നാം പറയുന്ന വാക്കുകൾക്കും നാം പാടുന്ന പാട്ടുകൾക്കും നമ്മുടെ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഏറ്റവും ഉയർന്ന ഒരു തലമുണ്ട്. हम जो बातें बोलते हैं, हम जो गीतों गाते हैं, उन सब बातों का एक स्तर है, एक बड़ा एक स्तर है। നാം പുനരുദ്ധാനത്തിന്റെ യുഗത്തിലാണ് സംസാരിക്കുന്നത്. हम पुनरुत्थान के युग में परमेश्वर की बातों को बोलते हैं। നാം യുഗത്തിൽ ദൈവത്തെ പാടി ആരാധിക്കുന്നു. हम इस युग में परमेश्वर के गीतों गाकर परमेश्वर की महिमा करते हैं। ഹല്ലേലൂയ. आमेन। ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. परमेश्वर हमारी सहायता करे। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमें मदद ആമേൻ. നമ്മൾ പറയുന്ന വാക്കുകൾ രാവിലെ ഒന്നുകൂടെ ശോധന ചെയ്യാം. जो हम बातों को बोलते हैं उस बात को आज हम परखें। ആമേൻ. ദൂതന്മാരുടെ കൂടെ നാം സംസാരിക്കുന്നു. हम वो स्वर्गदूतों के साथ बोलते हैं। ആമേൻ. ദൂതന്മാരുടെ കൂടെ ശുശ്രൂഷിക്കുന്നു. जो हम स्वर्गदूतों के साथ हम सेवा करते हैं। പരിശുദ്ധാത്മ നിർവൽ നാം ശുശ്രൂഷിക്കുന്നു. परमेश्वर की आत्मा से भरकर हम ദൈവത്തിന്റെ വചനം നാം സംസാരിക്കുന്നു. परमेश्वर के वचन को हम बोलते हैं। അതിനാൽ ആമേൻ നാം സംസാരിക്കുന്ന സകല വാക്കുകളും ദൈവത്തിന്റെ ആ ലെവലിലായിരിക്കട്ടെ. इसलिए जो हम बातों को बोलते हैं वो परमेश्वर के उस स्तर के अनुसार होने पाए। പുനരുദ്ധാനത്തിന് രാവിലെ നാം പറയാം, കർത്താവിന് ഉരുട്ടിയ മാറ്റ കല്ലുകൾക്കായി സ്തോത്രം. आज पुनरुत्थान के समय इस प्रकार हम कह प्रभु धन्यवाद, पत्थर लुढ़क चुका है। ആമേൻ. തുറന്ന കല്ലറയ്ക്കായി സ്തോത്രം. वो कब्र जो आपने खोला, धन्यवाद प्रभु। ഇതുവരെ നടക്കാതിരുന്ന കാര്യങ്ങൾ നടക്കുന്ന പുതിയ യുഗത്തിനായി സ്തോത്രം. जो अभी तक कार्य हुआ नहीं वो कार्य होने वाला है, इसलिए प्रभु आपको हम धन्यवाद। ഹല്ലേലൂയ. आमेन। ഇത് നമ്മളെ സഹായിക്കട്ടെ. हमारे साथ करने നമ്മോട് പ്രാർത്ഥിക്കാം. एक दूसरे के लिए प्रार्थना करें। ശക്തരായി
മാറാം. सामर्थी बनते ഈ जाएं। യാത്ര ആനന്ദത്തോടെ യാത്ര ചെയ്യാം. ये यात्रा को हम आनंद के साथ पूरा करने ഒരുവനെ पाए। ഒരുവൻ ബലപ്പെടുത്താം. एक दूसरे को हम बलवान बनाए। നമ്മുടെ സംസാരം കേട്ട ആളുകൾ നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ തയ്യാറാകട്ടെ. हमारी भाषा को सुनकर, हमारी बातों को सुनकर लोग हमारे साथ यात्रा करने ബാക്കി पाए। കൂടെയുള്ള യാത്രക്കാർ കർത്താവ് അറിയാത്തവർ എന്ന് സംസാരിക്കട്ടെ. हम ऐसी बातों को बोले कि हमारे साथ वाले मसीह को नहीं जानते പക്ഷെ हैं, ഈ കൂട്ടത്തിന്റെ യാത്രയിൽ അവർ സംസാരിക്കുന്ന ഭാഷയ്ക്ക് മാറ്റമുണ്ട്. लेकिन ഈ കൂട്ടത്തിന്റെ സംസാരത്തിന് ഭാഷയ്ക്ക് മാറ്റമുണ്ട്. लेकिन आज जो वो बोलेंगे उसमें एक बदलाव है। നമ്മുടെ കൂടെ ആളുകൾ കൂടുന്നു. हमारे साथ लोग आते हैं। യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പാൻ കാരണം നമ്മുടെ സംസാരം വ്യത്യസ്തമാണ്. हमारे साथ यात्रा करने वालों की गिनती ज्यादा है क्योंकि हमारी भाषा अलग है। നാം പറയുന്നു കല്ലുകൾ ഉരുണ്ട് हम മാറിയിരിക്കുന്നു. इस प्रकार कहेंगे कि पत्थर लुढ़क चुका है। കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. मसीह हमारे लिए जी उठा है। മുമ്പിൽ തടസ്സമില്ല. हमारे सामने कोई रुकावट नहीं। തുറന്ന കല്ലറ മുമ്പിൽ നിൽക്കുകയാണ്. सामने कब्र खुली हुई है। ദൈവം സഹായിക്കട്ടെ. हमारे साथ God bless you all. तो आप सबको തമ്മിലോട്ട് പ്രാർത്ഥിക്കാം. एक दूसरे के लिए प्रार्थना करें। ആമേൻ.